ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഹെൽത്തി റിലേറ്റഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ചില സമയത്ത് ആൾ 1 മന്ത് 2 മന്ത് അങ്ങനെ ഡയറ്റായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കൺട്രോൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ചോറ് കഴിക്കാനൊന്നും ഫോഴ്സ് ചെയ്യരുത്, എനിക്ക് ഈ രീതിയിൽ തന്നെ ഫുഡ് വേണം, അതൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഓരോ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും ഡിന്നറാണെങ്കിലും ആൾക്ക് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു മുട്ട ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ 2 മുട്ടയുടെ വൈറ്റ് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നട്ട്സിൻ്റെ ഒരു മിക്സഡ് പൗഡർ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ. അതിൽ ഒരുപാട് നട്ട്സിൻ്റെ മിക്സാണ് കേട്ടോ, ബദാം, പിസ്ത, മക്കാന, അങ്ങനെ കുറേ സംഭവങ്ങളുടെ മിക്സ് പൗഡർ നമ്മൾ പൊടിച്ച് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതും ഉപ്പും പെപ്പറും ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ മുട്ട ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. ഇത് നമ്മൾ സ്ക്യൂസ് ചെയ്തെടുക്കുന്നത് ചീസാണ് കേട്ടോ. ചീസും നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ശരിക്കും നമ്മൾ ചീസൊക്കെ കുട്ടികൾക്ക് മാത്രമാണല്ലേ വാങ്ങി കൊടുക്കാറുള്ളത്. നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കൂടും എന്നുള്ള ഒരു ടെൻഷനൊക്കെ ആയിരിക്കും, പക്ഷേ നമ്മുടെ മസിലിനും ബോണിനൊക്കെ ഭയങ്കര ഹെൽത്തിയാണ് ചീസ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലെറ്റ്യൂസ് ഉണ്ടായിരുന്നു, അതും 3 ബ്രൗൺ ബ്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇവിടെ പൊതുവേ ബ്രൗൺ ബ്രെഡ് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ, നമുക്ക് കഴിക്കാനും തോന്നാറില്ല. ഇപ്പോൾ പുതിയ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ എന്നും പറഞ്ഞിട്ട് യോമിയുടെ ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല സോഫ്റ്റാണ് കേട്ടോ, വൈറ്റ് പോലെ തന്നെ ഇരിക്കും, കളറിലുള്ളൊരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അത് 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ 3 ബ്രെഡ് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം റിച്ച് ആയിരുന്നു. പിന്നെ കുടിക്കാനായിട്ട് പ്രോട്ടീൻ്റെ പൗഡർ ഇട്ടിട്ടുള്ളൊരു ഷേക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബനാനയും പ്രോട്ടീൻ പൗഡറൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഉച്ചക്കത്തേക്ക് പ്രോൺസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 കിലോ ഉണ്ട്, ഒരു മീഡിയം സൈസാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള നാരും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കളഞ്ഞെടുത്ത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽക്കൊഞ്ചുണ്ടല്ലോ, ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ഉപ്പും പെപ്പറൊക്കെ ആഡ് ചെയ്തിട്ട് ബട്ടറിൽ ആദ്യം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് പാൽക്കൊഞ്ചിന് വേണ്ടിയിട്ട് ഒരു 1/2 kg പ്രോൺസ് എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അത് ഫ്രൈ ചെയ്ത് ആ പാനിൽ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്തിട്ട് ഗാർലിക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ പാഴ്സ്ലി ലീവ്സ് ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. അപ്പോൾ അത് കിട്ടാതിരുന്നതുകൊണ്ട് ഞാൻ ഡ്രൈഡ് പാഴ്സ്ലി ആണ് കേട്ടോ ആഡ് ചെയ്തത്. ഇനി പാഴ്സ്ലി ലീവ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയാണ്ടർ മല്ലിയില ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക, അതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മളുടെ തിക്ക് ക്രീം ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉപ്പും എരിവും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അതനുസരിച്ചിട്ട് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറി നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചീസും ബട്ടറും ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം റിച്ചാണ്. അപ്പോൾ നമ്മൾ ഡയറ്റ് അനുസരിച്ചിട്ട് ഗ്രേവി കുറച്ച് യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പ്രോൺസ് മാത്രം കുറച്ച് കൂടുതൽ കഴിക്കുക, അതിൻ്റെ കൂടെ വെജീസും കാര്യങ്ങളൊക്കെ കൂടുതൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് റൈസായിട്ട് ഞാൻ ഗീ റൈസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനോട് മാച്ചായിട്ട് അതാണല്ലോ ഉള്ളത്, അല്ലെങ്കിൽ അപ്പോ അങ്ങനെ എന്തെങ്കിലും ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഗീ റൈസ് ആണെങ്കിലും ബട്ടറൊക്കെ ആണെങ്കിലും നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, പക്ഷേ നമ്മൾ എത്രത്തോളം അത് കഴിക്കുന്നു എന്നുള്ളതിലാണ് കേട്ടോ കാര്യം. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ലിമിറ്റ് വിട്ടിട്ട് പോവാതിരിക്കുക, അത്രയും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒന്ന് ഗീ റൈസും കൂടി ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഒരു 1/2 kg പ്രോൺസും കൂടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയൊക്കെ ആക്കിയിട്ട് ഫ്രൈ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണേ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഇത് പെട്ടെന്നൊന്ന് റൗണ്ടായി പോകുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ടൂത്ത് പിക്കിലൊന്നാക്കി കൊടുക്കണേ. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ ഹെൽത്തിനും രോഗപ്രതിരോധത്തിനൊക്കെ ഫുഡിന് നല്ലൊരു പങ്കുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ള സംഭവം നമ്മളെപ്പോഴും ഒന്ന് ഫോളോ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും കേട്ടോ.
നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസ് അതുപോലെ ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് ഇതൊക്കെ നമ്മളുടെ ഫുഡിൽ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ ഈ ഒരു ബിസി ലൈഫ് ഷെഡ്യൂളിൽ നമുക്കിതൊക്കെ എല്ലാം ഒത്തു കൊണ്ടുപോകാൻ പറ്റുമോയെന്നൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ 1-2 മാസമൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനും നമ്മുടെ ഡയറ്റും കാര്യങ്ങളും അതേപോലെ ഉറക്കം, നമ്മുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ തന്നെയാണെങ്കിൽ 90% ആൾക്കാരും ബാലൻസ്ഡ് ഡയറ്റൊന്നും ഫോളോ ചെയ്യുന്നില്ല. നമുക്കറിയാലോ, നമ്മൾ ചെറുതിലേ തുടങ്ങി റൈസായിട്ടും കപ്പയായിട്ടും അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ കൂടുതലും ആഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാറ്റും സ്റ്റാർച്ചും ഒക്കെ കൂടുതലാണ് നമ്മളുടെ ബോഡിയിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടോ, വൈറ്റമിൻസ് അതേപോലെ പ്രോട്ടീൻസ്, വെജിറ്റബിൾസ് കുറച്ച് കൂടുതൽ കഴിക്കുക, എല്ലാ കാര്യങ്ങളും നമുക്കറിയാമെങ്കിലും നമ്മളതൊന്നും ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളിപ്പോൾ രാവിലെ അപ്പമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ പൊട്ടറ്റോ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് രണ്ടും സ്റ്റാർച്ചായിപ്പോയി. അപ്പോൾ നമ്മളത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പ്രോട്ടീനുമായി അതിൻ്റെ കൂടെ സ്റ്റാർച്ചുമായി. അപ്പോൾ അതിനെയാണ് ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുക. എല്ലാം നമ്മളുടെ ഫുഡിൽ ഇൻക്ലൂഡഡ് ആണോ എന്ന് എപ്പോഴൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കെങ്കിലും നമ്മൾ അതിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബോഡീനെയും ഹെൽത്തിനെയൊക്കെ അത് നന്നായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളുടെ പ്രോൺസിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുക്കുംബറും ക്യാരറ്റും ആണ് കേട്ടോ ഞാനിന്ന് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും വിനീഗറും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി പ്രോൺസ് ഫ്രൈ ചെയ്യാനാണെങ്കിൽ നമ്മൾ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ പാപ്രിക്ക, അതില്ലെങ്കിൽ കാശ്മീരി ആയാലും മതി. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഗാർലിക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഞാൻ മടിയായതുകൊണ്ട് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ സോൾട്ടും കുറച്ച് ലെമൺ ജ്യൂസും കൂടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കഴിക്കാറാവുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇന്ന് എനിക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഡേയും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിലാണ് കേട്ടോ ഞാൻ ബുക്ക് ചെയ്യാറ്. 1 മാസം 1.5 മാസമൊക്കെ എത്തിയിട്ട് ഒരാളെ വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഡെയിലി ക്ലീൻ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം ഇവർ ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും ദിവസം വൃത്തിയാക്കാത്ത വീടാണോ ഇതെന്ന് വിചാരിക്കും. അതുമാതിരി ആയിരിക്കും ഇവിടെ വീടിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ വെജിറ്റബിളിലേക്ക് കുറച്ച് ലെറ്റ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ലേഡി കുറച്ച് ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് തോന്നി. ഞാൻ ലഞ്ച് റെഡി ആയിട്ടുണ്ട്, വേണമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആരും തന്നെ ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിക്കാറില്ല. വെള്ളം കൊടുത്താൽ മാത്രമേ കുടിക്കലുള്ളൂ. കഴിക്കൽ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ ആൾ ഓക്കെ താങ്ക് യു മാഡം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഫുഡ് ഞാനങ്ങനെ ആയപ്പോൾ തന്നെ ആൾക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളും ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല. 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ലഞ്ചാക്കിയിട്ട് അങ്ങനെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ പറ്റാറില്ല. നമ്മൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യണം എന്താണ് കൊടുത്തയക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ മീനോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്യണമെങ്കിൽ അത് വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ആളിറങ്ങുന്നതിന് മുമ്പ് പാക്ക് ചെയ്ത് കൊടുത്തയക്കാൻ കൂടുതലും പറ്റാറില്ല. ഇനി തലേ ദിവസം തന്നെ നമ്മുടെ മൈൻഡിലൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എല്ലാം സെറ്റാക്കി വെച്ച് ആൾ പോകുമ്പോൾ അങ്ങോട്ട് കൊടുത്തയക്കാം കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഈ ഒരു ഏരിയ തന്നെ ഉണ്ടാവും. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ ഫിഷൊക്കെ ആളെത്താറായപ്പോൾ ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലേഡി അതും ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്പൈസി ആണോ എന്ന് ചോദിച്ചപ്പോൾ ആൾ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് നമ്മുടെ ഫുഡ് ഇഷ്ടമാവുമോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ഓരോ ടൈമിലും ഓരോരുത്തരാണ് കേട്ടോ വരാറ്. എനിക്കൊരു പെർമനൻ്റ് ആയിട്ട് അങ്ങനെ ആരൊന്നുമില്ല. എന്നാലും ആര് വന്നാലും ക്ലീനിങ് ഇവരുടെ ബെസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവരെല്ലാം ചെയ്യുള്ളൂ. നമ്മൾ പറയണം കേട്ടോ, നമ്മൾ ഇന്ന സ്ഥലത്തൊക്കെ ക്ലീൻ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ ഇക്കതേ വന്നിട്ടുണ്ട്, ഞാൻ ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റൈസ് നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ തോന്നും, പക്ഷേ ഇത് ചെറിയൊരു ബൗളിൽ 200 ഗ്രാം അത്ര റൈസ് കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പ്രോൺസും പിന്നെ ഗ്രേവി ഇത്രയും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ആൾക്ക് കഴിക്കാനായിട്ട് വേറെ ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും എടുത്തതാണ് കേട്ടോ. എന്തായാലും അത് നല്ല ക്രീമും ബട്ടറും ഒക്കെ ഇൻക്ലൂഡഡ് ആണല്ലോ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാവട്ടെ ഗ്രേവിയൊക്കെ. പിന്നെ കുക്കുംബറും ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ഞാൻ ഓൾറെഡി
പ്രോൺസിൻ്റെ കറിയും റൈസും കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഫ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല. ഇക്ക വരാറായപ്പോഴാണ് ഞാൻ ഫ്രൈ ചെയ്തേട്ടോ. അപ്പോൾ ഇക്ക കഴിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ ഞാനും ഇരുന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു വിത്തൗട്ട് ഷുഗറിലൊരു കോഫിയാണ് കേട്ടോ കുടിക്കാറ്. മിൽക്കൊന്നും ഇല്ലാതെ ഒരു ബ്ലാക്ക് കോഫി കുടിക്കും. പിന്നെ അത് കഴിഞ്ഞ് ആൾ ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞ ഉടനെ ഒരു 4 എഗ്ഗ് അതാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ജിമ്മിൽ നിന്ന് ഇവിടം വരെ വരാനുള്ള ആ ഒരു ശേഷി ഉണ്ടാവില്ല. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നും പറഞ്ഞിട്ട് ഞാനങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്തേക്ക് ചെയ്തേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പിന്നെ രാത്രി ഇവിടെ വന്നിട്ട് ഡിന്നർ കഴിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ മുട്ടയുടെ വൈറ്റാണ് കൂടുതലും കഴിക്കാറ്. യെല്ലോ പകുതി അവിടെ വേസ്റ്റാക്കി ഇട്ടിട്ടാണ് കേട്ടോ വരാറ്. കാരണം യെല്ലോ ആകുമ്പോൾ കുറച്ചും കൂടി ഫാറ്റി ആണല്ലോ. അപ്പോൾ രാത്രിയിലത്തേക്ക് ഞാനൊരു ഹെൽത്തി ഷവർമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നോർമൽ മയണൈസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതും ഇക്കാക്ക് അല്ലാതെ ഒരു ഹെൽത്തി വേർഷൻ ഓഫ് ഷവർമയാണ്. അപ്പോൾ അതിൽ മയണൈസിന് പകരമായിട്ട് തൈരാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. തൈരിലേക്ക് ഉപ്പും പെപ്പറും ഗാർലിക് പൗഡറുമാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് നമ്മളിങ്ങനെ അടിച്ചടിച്ച് മയോണൈസിൻ്റെ പരുവത്തിൽ അങ്ങനെ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കുബൂസിൽ ആഡ് ചെയ്യുന്ന സ്പ്രെഡ് ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒനിയനും ക്യാരറ്റും കുക്കുംബറൊക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും പല പല ടേസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഹംദാനാണെങ്കിൽ ഷവർമയുടെ അകത്ത് ഒലീവ്സും കാര്യങ്ങളൊക്കെ വേണം. ഹാറൂന് ഒലീവ്സ് ഇഷ്ടമല്ല. പിന്നെ ഇക്കാക്ക് പനീർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പനീറാണ് ഫില്ലിങ്ങിനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ടൊമാറ്റോ കട്ട് ചെയ്തത് ഷവർമയിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഉള്ള മസാല ഞാൻ വേറെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്കുള്ളതാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചിക്കനും ഒന്ന് ബ്രസ്റ്റ് പീസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ഫ്രൈ ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസിലേക്ക്. പിന്നെ മയോണൈസ് ഇട്ട് കൊടുത്ത് ആ ഒരു ഫില്ലിങ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് വേഗമാക്കി കൊടുക്കുന്നുണ്ട്. ഇക്കനി മുട്ടയൊക്കെ കഴിച്ചത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടായിരിക്കും കഴിക്കുന്നത്. പിന്നെ ഒരു 10-11 മണിയൊക്കെ ആയിട്ട് ആളെത്തിയപ്പോൾ. അപ്പോഴത്തേനും പിള്ളേർക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു സിനിമയൊക്കെ വെച്ചിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വീക്കെൻഡ് ആയിരുന്നു, ഒരു സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ പിള്ളേരുടെ ഷവർമ അങ്ങോട്ടേക്ക് സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ ആക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യം ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് കുബൂസ് വെച്ചിട്ട് അതിലേക്ക് ഒരു ലെറ്റ്യൂസ് വെച്ച് കൊടുത്തു. എന്നിട്ട് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ്. പിന്നെ ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഫില്ലിങ്ങും അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഹാറൂന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നിട്ടത് റോൾ ചെയ്ത് അങ്ങനെ ഹാറൂന് കൊടുക്കുകയും ചെയ്തേട്ടോ. ഈ സെയിം ഫില്ലിങ്ങിൻ്റെ തന്നെ ഞാൻ ഒരെണ്ണവും കൂടി ഉണ്ടാക്കി. കാരണം ഹാസിമിനും കൊടുക്കുക, ചിലപ്പോൾ ഹാറൂനൊരു 1.5 കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവൻ ഒരെണ്ണം കഴിച്ചുള്ളൂ കേട്ടോ. അവർക്ക് 2 പേർക്കും കൂടി ഈ ഒരു ഫില്ലിങ്ങിൽ അങ്ങനെ 2 എണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. ഹംദാന് ഞാൻ ഇതിലേക്ക് ഒലീവ്സും കൂടി വെച്ച് കൊടുത്തു. വേറെ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. ചിക്കൻ ആഡ് ചെയ്തിട്ടുള്ള ഫില്ലിങ്ങിലാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് മയണൈസ് ഇട്ട് പോയിട്ട്. അപ്പോൾ ഇക്കാക്ക് പനീർ തന്നെ മതിയെന്ന് രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പനീർ വെച്ച് കൊടുത്തിട്ട് ഇക്കാടെ ഞാനങ്ങനെ മാറ്റി വെച്ചിട്ടാണ്. എൻ്റെ പിന്നെ റോൾ ചെയ്യാനുള്ള ക്ഷമയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും ഉണ്ടാക്കി വന്നപ്പോൾ അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ റോൾ ചെയ്യാനേ നിന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിക്കുക ചെയ്തേട്ടാ. അപ്പോൾ ഇക്കാടെ ഷവർമ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മയണൈസ് വെച്ച് കഴിച്ച ഒരാളെ സംബന്ധിച്ച് ഇത് വരുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ നല്ല ഹെൽത്തിയാണ്, കുറച്ച് ജ്യൂസി ആയിട്ട് തന്നെയായിരുന്നു. തൈരൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇക്ക ടേസ്റ്റ് നോക്കാതെ ഹെൽത്ത് നോക്കുന്ന ആളാണ് കേട്ടോ. ഞാൻ ഹെൽത്ത് നോക്കാതെ ടേസ്റ്റ് നോക്കുന്ന ആളും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അത്ര വലിയ കംഫർട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര ഡയറ്റിലാണ്, പക്ഷെ നമുക്ക് ഷവർമ ഒക്കെ നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ ഉള്ളവർക്കുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഈ ഒരു ഷവർമ. അപ്പോൾ പിള്ളേർക്കും വൈകുന്നേരം സ്നാക്സോ കാര്യങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹംദാനും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും എന്നോട് 2 എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഫുഡ് കഴിക്കുന്നത് തൊട്ട് അറിയില്ല. അങ്ങനെ അവർക്ക് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ഓരോന്നിങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇതെല്ലാവരുടെയും കഴിഞ്ഞിട്ട് വേണം എനിക്ക് സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പനീർ ഞാനൊരു 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തേട്ടാ. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ പനീർ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. നല്ല സോഫ്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വേവായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വേവൊന്നുമില്ല. പനീർ ഒരുപാട് നേരമൊന്നും ഇട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, നല്ല ഹാർഡായി പോവും. ഇതേ പിക്കാടെയാണ് ഞാൻ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നന്നായിട്ട് പനീറൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ പനീറും
അതേപോലെ തന്നെ ചിക്കനും എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇക്കാക്ക് ഇതിൽ ടൊമാറ്റോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യൽ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ എൻ്റെ കയ്യിൽ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഹാറൂനും അതേപോലെ തന്നെ ലെറ്റ്യൂസ് തീരെ ഇഷ്ടമല്ല കേട്ടോ. കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ നൈസായിട്ട് അതും അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, കഴിക്കുന്ന ഫുഡിലെ കണ്ടൻറ്റിനെ പറ്റി നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. സ്റ്റാർച്ച് ഇതിലാണ് കൂടുതൽ, ഇത് നമുക്ക് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഉണ്ടോ, വിറ്റാമിൻസ് ഉണ്ടോ എന്നൊക്കെ ചെറിയൊരു ധാരണ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ചോറ് ആണല്ലോ നമ്മളുടെ മെയിൻ ഫുഡ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ തവിടോട് കൂടിയിട്ടുള്ള നല്ല റൈസ് എടുക്കുകയാണെങ്കിൽ തന്നെ അതൊരു 1/4 പോർഷൻ, ഒരു 200-250 ഗ്രാമിൽ കൂടാതെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ പ്ലേറ്റിൽ വെജിറ്റബിൾസ് ഉണ്ടോ, അല്ലെങ്കിൽ മുട്ട, ചിക്കൻ, ഫിഷ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ ആഡ് ചെയ്യുക. വെജീസും ഫ്രൂട്ട്സിൻ്റെയും കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, അതും മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഞാനും പിള്ളേർക്ക് കൂടുതലും അവർക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റിൻ്റെ ഐറ്റംസും ബിസ്ക്കറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുറച്ചായിട്ട് കൊടുത്തയക്കുന്നത്. ഇപ്പം ഞാനൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്, വെജീസും ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് നട്ട്സും ഡേറ്റ്സൊക്കെ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഭാഗത്തിനോട് തീരെ താല്പര്യമില്ലാത്തതാണ്. എന്നാലും ബദാമും കാര്യങ്ങളൊക്കെ ഡെയിലി കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ബദാം, നട്ട്സ്, വാൽനട്ട്സ്, ഫ്ലാക്സ് സീഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അത് നേരിട്ട് ഡയറക്റ്റ് കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ അത് ഡ്രൈ ചെയ്ത് അതിൻ്റെ പൗഡർ ആക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചാലും മതി കേട്ടോ. അതേപോലെ മുളപ്പിച്ച പയർ, അതൊക്കെ നമ്മളുടെ ഫുഡിൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ 30s കഴിഞ്ഞിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ എപ്പോഴും സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഒമേഗ 3 ആണെങ്കിലും വൈറ്റമിൻ സി ആണെങ്കിലും അതേപോലെ മൾട്ടി വിറ്റാമിൻ്റെ മെഡിസിൻ ആണെങ്കിലും ഒക്കെ നമ്മൾ ഡെയിലി അത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടണമെന്ന് ഉറപ്പൊന്നും ഇല്ലല്ലോ. നമ്മൾ എപ്പോഴും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് പോകുന്ന ആളുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ സപ്ലിമെൻറ്റ്സ് എപ്പോഴും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അത് മറക്കാതെ നമ്മൾ ഡെയിലി അത് ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ രാവിലെ തുടങ്ങിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പീസ് ഉണ്ടാക്കാത്തതാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.